Praise the Lord. ഈ പകൽക്കാലം നിങ്ങളുടെ മധ്യയായിരിക്കാൻ കുടുംബമായി നിങ്ങൾക്ക് ദൈവം കൃപ ചെയ്തതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ സഭയിൽ 5 വർഷക്കാലം യൂത്ത് പാസ്റ്ററായി സേവനമനുഷ്ഠിപ്പാൻ തക്കോണം ദൈവം കുടുംബമായി ഞങ്ങളെ സഹായിച്ചു. ആദ്യമായി ഞങ്ങൾക്കൊരു അവസരം തന്നൊരു ചർച്ചയാണ്. ഞങ്ങൾ ഒരിക്കലും മറക്കുകയില്ല. ഞങ്ങളുടെ ശുശ്രൂഷയിൽ ഞങ്ങൾക്ക് വളരെ കൈത്താങ്ങൽ, ആശ്വാസവും സഹായവും ഭൗതികമായും ആത്മീയമായും എല്ലാ വിധത്തിലുള്ള സഹകരണം ചെയ്ത ഈ സഭയ്ക്ക് പ്രത്യേകം എന്നെ നന്ദി അറിയിക്കുകയാണ്. ഹല്ലേലൂയ. എല്ലാവരും വീണ്ടും ഒന്നിച്ച് കാണുവാൻ തക്കോണം അനേക നാളുടെ ആഗ്രഹത്തിന് ശേഷം എനിക്കിവിടെ കടന്നു വരാൻ സാധിച്ചതിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ട്. ഞാൻ എവിടെയായിരുന്നാലും ഈ സഭയുമായൊരു ബന്ധമുണ്ട്. ഇപ്പോൾ ഡാലസിൽ IPA ഇന്ത്യ പെന്തക്കോസ്റ്റൽ അസംബ്ലിയുടെ സഭാ ശുശ്രൂഷകനാണെങ്കിൽ പോലും IPC ഹ്യൂസിൽ നിന്ന് കടന്നു വരുന്നതായ എല്ലാ ദൈവമക്കൾക്കോട് സ്വാതന്ത്ര്യമുണ്ട്. അനേകർ, പല കുടുംബങ്ങൾ, ദൈവദാസന്മാർ ഞങ്ങളുടെ സഭയിൽ കടന്നു വന്ന്, ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വന്ന് ഞങ്ങളോട് സഹകരിക്കുകയും ഞങ്ങളുടെ സഭയിൽ വന്ന് ശുശ്രൂഷിക്കുകയും ചെയ്ത എല്ലാവർക്കും ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. അതുകൊണ്ട് അവസരം ഇനിയുണ്ടെന്ന് ഞാൻ പറയാനാണ് അവിടെ നിൽക്കുന്നത്. കടന്നു വരാത്തവർ എത്രയും വേഗം കടന്നു വരിക. നിങ്ങൾക്കറിയാം, മേഴ്സി പാചകമൊക്കെ ചെയ്യാൻ വളരെ താല്പര്യമുള്ള ആളാണ്. നിങ്ങൾക്ക് വന്ന് കഴിക്കുമ്പോൾ എനിക്കും എല്ലാം കിട്ടുകയാണ്. അത് വെറുതെ പറഞ്ഞു. ഈ പകൽക്കാലം കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഡോക്ടർ VA വർഗീസുമായി ഒപ്പമായിരിക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. അദ്ദേഹം ഇവിടുന്ന് കടന്നു പോകുന്നതിന് മുമ്പേ ഈ സഭയിൽ കടന്നു വന്ന് ഒന്നിച്ച് ആരാധിക്കണം എന്നൊരു ആഗ്രഹമായിരുന്നു. ചില വർഷങ്ങൾ ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിപ്പാൻ തക്കണം സഹായിച്ചു. ശുശ്രൂഷയിൽ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിപ്പാനും പ്രവർത്തിപ്പാനൊക്കെ ദൈവം ഞാൻ ഈ സമയത്ത് സഭയോടും പാസ്റ്ററിനോടും എൻ്റെ നന്ദി അറിയിക്കുകയാണ്. കർത്താവദാസൻ കടന്നു പോകുന്ന സഭ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയാണ്. നിങ്ങൾക്കൊക്കെ അറിയാം, ഞാൻ ന്യൂജേഴ്സിയിലാണ് അനേക വർഷങ്ങൾ താമസിച്ചത്. കൊണ്ട് അവിടെയുള്ള ആൾക്കാരൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. വളരെ നല്ലൊരു സഭയിലാണ് ദൈവദാസൻ കടന്നു പോകുന്നത്. എല്ലാ ആശംസകളും. എൻ്റെ മുൻപിൽ വളരെ ചുരുങ്ങിയ നിമിഷങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ വേദഭാഗത്തേക്ക് കടന്നു ചെല്ലാം. അതിനുശേഷം എനിക്ക് സർവീസിന് കടന്നു പോകേണ്ടതായിട്ടുണ്ട്. എബ്രായലേഖനം 13-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യങ്ങൾ, ചില ഭാഗങ്ങൾ മാത്രം എടുത്ത് 4 കാര്യങ്ങൾ അതിന് എടുത്ത് പറഞ്ഞിട്ട് ഞാൻ വേഗത്തിലിരിക്കാം. ആരെങ്കിലും പ്രത്യേകം നന്ദി പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. മനഃപൂർവ്വമായിട്ടല്ല, എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി. The Bible says in book of Hebrews chapter 13 verse 5, keep your life free from love of money and be content with what you have, for he has said, I will never leave you nor forsake you. So we can confidently say, the Lord is my helper. I will not fear. What can man do to me? Remember your leaders, those who spoke to you the word of God. Consider the outcome of their way of life and imitate their faith. Jesus Christ is the same yesterday and today and forever. Amen. മലയാളത്തിൽ വായിക്കാം. എബ്രായലേഖനം 13-ാം അധ്യായത്തിന്റെ 5, 6, 7, 8 വാക്യങ്ങൾ. നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവീൻ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ തന്നെ അരുളിച്ചെയ്തിരിക്കുന്നുവല്ലോ. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല. മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവീൻ. അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പീൻ. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. ആമേൻ. ഈ ഭാഗത്തിൽ ആദ്യം പറയുന്ന ഭാഗം the contentment of God's provision എന്ന് പറഞ്ഞാൽ
നിങ്ങൾ ദ്രവ്യാഗ്രഹം ഇല്ലാത്തവരായിരിക്കും, അല്ലേ? ബിക്കോസ് നമുക്ക് എല്ലാവർക്കും ഒരു കുഴപ്പമുണ്ട്. നമുക്ക് എത്ര കിട്ടിയാലും നമുക്ക് എന്ത് സാധിക്കുന്നില്ല, ഒരു തൃപ്തി അടയാൻ കഴിയുന്നില്ല. അതുകൊണ്ട് നാം എന്ത് ചെയ്യുന്നു? നമ്മൾ പലതിനു വേണ്ടി വിചാരപ്പെട്ട് പലതിന്റെ പുറകെ ഓടിച്ചെന്ന് നമുക്ക് സമാധാനം നഷ്ടപ്പെട്ട് സന്തോഷം നഷ്ടപ്പെട്ട് ദൈവകൃപയിൽ അകന്നു പോകുന്ന പല കാര്യങ്ങളും നമുക്ക് കാണാറുണ്ട്, അല്ലേ? അനേകം ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് എബ്രായ ലേഖന കർത്താവ് പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്യണം? Be free from the love of money. Be content with what you have. നിങ്ങൾ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുകയും എന്നുള്ള ഭാഗമാണ്. കാരണം യഹോവ ഇരേ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാമായതാണ്, കർത്താവാണ്, അല്ലേ? യേശു നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നങ്കൂരമായി നമുക്ക് ആശ്രയമായി എപ്പോഴും ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നിനെ കുറിച്ച് വിചാരപ്പെടേണ്ട. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ അത് മതി എന്ന് പറഞ്ഞ കർത്താവ്, ആമേൻ, അത് പറഞ്ഞതിന് ഒരു അർത്ഥമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ലോകം എന്ത് നഷ്ടപ്പെട്ടാലും, നമ്മുടെ കൂടപ്പുറപ്പ് പോലും നഷ്ടപ്പെട്ടാലും ഞാൻ നിങ്ങളെ ഒരു നാൾ കൈവിടുകയില്ല, ഉപേക്ഷിക്കുക പറഞ്ഞ് നമ്മുടെ എല്ലാ A to C കാര്യങ്ങൾ നിവർത്തിപ്പാൻ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. നമ്മളെ ഒരു നാളും ദൈവം പരാജയപ്പെടുത്തുകയില്ല. പരാജയപ്പെട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റൊന്നിലൊക്കെ ആശ്രയിച്ചത് കൊണ്ടാണ് നാം പരാജയപ്പെട്ടത്. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു കുഞ്ഞും ലജ്ജിച്ചു പോകുകയില്ല. യഹോവയിൽ ആശ്രയിക്കുന്നവർ ഒരു നാളും കുലുങ്ങി പോകുകയില്ല. ആമേൻ. അതുകൊണ്ട് പകൽക്കാലം ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു, യഹോവയിൽ ആശ്രയിക്കുകയും. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ലോകം അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും, എന്നാൽ ദൈവ ഇഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും നിലനിൽക്കും. പകൽക്കാലം ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു, ദൈവ ഇഷ്ടം ചെയ്യുന്നവരായിരിക്കും. ഹല്ലേലൂയ. എങ്കിൽ മാത്രമേ ദൈവിക സമാധാനം പ്രാപിക്കുവാൻ കഴിയുകയുള്ളൂ. The contentment of God's provision. That's the first passage. He provides for all his needs according to his riches. അല്ലേ? ദൈവം he supplies, അല്ലേ? ദൈവം നമ്മുടെ ബുദ്ധിമുട്ടുകൾ തന്റെ ധനത്തിനൊത്തവണ്ണം തരുവാൻ തക്കവണ്ണം കഴിവുള്ള ദൈവമാണ്. God is able to do above and beyond what we can do and imagine. നാം നിലച്ചതും ആഗ്രഹിച്ചതും അപ്പുറമായി നമുക്ക് തരുവാൻ ദൈവം ശക്തനാകുന്നു. അതുകൊണ്ട് നിങ്ങൾ ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്. ദ്രവ്യാഗ്രഹം ഇല്ലാത്തവരായിരിക്കും. ഹല്ലേലൂയ. മറ്റുള്ളവരെ കുറിച്ച് കമ്പയർ ചെയ്ത് അങ്ങനെ അവർക്ക് ഇതുണ്ടല്ലോ ഇവർക്ക് അതുണ്ടല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ തന്നെ സ്വയം പ്രാകുകയും നമ്മളെ തന്നെ അത് വഞ്ചിക്കുകയും ചെയ്യാതെ, ഹല്ലേലൂയ, യേശു നിങ്ങളുടെ ഉള്ളിൽ, ആമേൻ, നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ഒരു ബലം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നിനെ കുറിച്ച് ഭാരപ്പെടേണ്ട ആവശ്യമില്ല. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ കാര്യം പറയുന്നത് the comfort of God's presence, അല്ലേ? അതിന്റെ പറഞ്ഞത് keep your life free from love of money and be content with what you have, for he has said. For he has said. Who has said? ആരാണ് ഇത് പറഞ്ഞിരിക്കുന്നത് ഇവിടെ? ഒരു മനുഷ്യനല്ല പറഞ്ഞിരിക്കുന്നത്. മനുഷ്യന്റെ വാക്കുകൾ ഇന്ന് പറയും നാളെ മാറിപ്പോകും. എന്നാൽ ദൈവം മനുഷ്യനല്ല. ദൈവം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഊവ എന്നുള്ളത് ഊവും, ഇല്ല എന്നുള്ളത് ഇല്ലാതാകുന്നു. അപ്പോൾ ദൈവം പറയുന്ന കാര്യങ്ങൾ എന്താണ്? അത് ദൈവം നിവർത്തിപ്പാൻ വിശ്വസ്തനാണ്. Hallelujah. He says, for he has said, the comfort of God's presence. Many people are afraid to live and face the uncertainty of the future. ഭാവിയെ കുറിച്ച് വിചാരപ്പെടുകയും നാളെ എന്തായിത്തീരും, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യം എന്തായിത്തീരും, എൻ്റെ ജോലിയുടെ അവസ്ഥ എന്തായിത്തീരും, എനിക്ക് ആരോഗ്യം കാണുമോ എന്ന് പലതിനെ കുറിച്ച് വിചാരപ്പെട്ട് ഇരിക്കുന്നവർക്ക് ഇന്ന് കർത്താവ് പറയുന്നു, എൻ്റെ അടുക്കൽ വരുവീൻ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരാം. നമുക്ക് ആശ്വാസം പ്രാപിക്കുന്ന യഹോവയുടെ സാന്നിധ്യമാണ്. യഹോവയുടെ സാന്നിധ്യം നമ്മുടെ കൂടെ യാതൊരു പറഞ്ഞ് പോരുന്നില്ല, എന്നെ അയക്കരുത്. ഹല്ലേലൂയ. അപ്പോൾ പകൽ മേഘസ്തംഭവുമായി രാത്രി അഗ്നിത്തൂണുമായി അങ്ങനെ ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിൽ നടത്തിയ ദൈവം ഇന്ന് പകൽക്കാലം ഇവിടെയുണ്ട്. ഹല്ലേലൂയ. നിങ്ങളുടെ ഏത് ആവശ്യങ്ങളും നടത്തി തരുവാൻ ആ സാന്നിധ്യം, ദൈവിക സാന്നിധ്യമാണ് പകൽക്കാലം ആഗ്രഹിക്കുന്നത്. I have confidence and trust that when I am discouraged, his presence see me through. ഞാൻ നിരാശപ്പെട്ട് ഭാരപ്പെട്ട് ഹൃദയം നുറുക്കത്തോടെ ആയിരിക്കുമ്പോൾ അവൻ സമീപസ്ഥനായി എൻ്റെ കൂടെയുണ്ട്. ഹൃദയം നുറുങ്ങിയവർക്കും മനസ്സ് തകർന്നവർക്കും യഹോവ സമീപസ്ഥനാകുന്നു. ഒന്ന് ഉറക്കെ പറഞ്ഞാട്ടെ, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാകുന്നു. എപ്പോഴും ഉണ്ട് കൂടെ, നിങ്ങളുടെ കൂടെ ഇപ്പോൾ ഉണ്ട്. Hallelujah. I have the confidence when I am discouraged, his presence sees me through. When I am lonely, his presence cheers me up. തനിയായിരിക്കുമ്പോൾ ആരും എൻ്റെ കൂടെ ഇല്ലല്ലോ, ഒന്ന് പ്രാർത്ഥിക്കാൻ എൻ്റെ കൂടെ ആരും ഇല്ലല്ലോ, എൻ്റെ സ്വന്തം കൂടപ്പുറപ്പ് പോലും മക്കൾ പോലും കൂടെ ഇല്ലല്ലോ എന്ന് തനിയെ ഇരുന്ന് അത് കരയുമ്പോൾ കർത്താവ് പറയുന്നു, come and cheer you up. അല്ലേ? ഭാരപ്പെടേണ്ട, ശ്രമിച്ചു പോകണ്ട, ഞാൻ നിങ്ങളോട് ഉണ്ട്. ലോകവാസത്തോട് ഞാൻ നിങ്ങളോട് കൂടെ. ഈ പകൽക്കാലം ഈ ദൂത് ആർക്കെയൊക്കെ ഇതുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ഭാരപ്പെട്ട് ഒത്തിരി കാര്യങ്ങൾ ചിന്തിച്ച് വ്യാകുലപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ഈ പകൽക്കാലം ദൈവത്തോട് കർത്താവ് നിന്റെ സാന്നിധ്യമുണ്ട്, എനിക്ക് സമാധാനം തരണമേ. When I'm worried, his presence calms me down. Then it says when I'm tempted, his
presence will help me out when He will carry me in my helplessness, and He will restore me in my weaknesses. That is God's presence. So we have to be content with God's provision, and then secondly, we have the comfort of God's presence, and thirdly, we have confidence of God's promise. Now I will never leave you nor forsake you, for we can confidently say, the Lord is my helper. ഒന്ന് ഉറക്കിയ മലയാളത്തിലെ വാക്യം എല്ലാവരും ചേർന്ന് വായിക്കാം. The Lord is my helper എന്ന് വായിക്കാം. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഒരിക്കലും ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നു. ആരരുളി ചെയ്തിരിക്കുന്നു? നമ്മളെ സൃഷ്ടിതാവ്, നമ്മുടെ വീണ്ടെടുക്കുക, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാത്തിനും ഇൻഷുറൻസ് തന്ന കർത്താവ് പറയാണ്, നിങ്ങൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. Amen. Hallelujah. There is a confidence in God's promise. വേഗത്തിൽ പറയാം, what are the confidence? He has promised to supply every need we have. Philippians 4:9. If those of you are writing the notes, Philippians 4:9 says He promised to supply every need. Number 2, 2 Corinthians chapter 12 verse 9, that His grace is sufficient. ഭാഗം പറയേണ്ട ആവശ്യമില്ലല്ലോ. എൻ്റെ കൃപ നിനക്ക് മതി. പൗലോസ് ഒത്തിരി പ്രാർത്ഥിച്ചു. എങ്ങനെയും കർത്താവ് ഈ ജഡത്തിന്റെ ശൂലൊന്ന് മാറ്റിത്തരണം, ഈ രോഗം, ഈ എന്നെ അസഹ്യപ്പെടുത്തുന്ന ഈ അസ്വസ്ഥത എന്നെ എങ്ങനെയൊന്ന് മാറ്റിത്തരണം. കർത്താവിന് വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയല്ലേ, എന്തിന് ഞാൻ ഇതൊക്കെ സങ്കടപ്പെടുന്നു, എന്തിന് ഞാൻ ഇതൊക്കെ ഭാരം അനുഭവിക്കുന്നു, കർത്താവ് ഇതൊക്കെ മാറ്റിക്കൂടെ എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞില്ല, അത് അവിടെ ഇരിക്കട്ടെ. ഹല്ലേലൂയ. അത് ഗുണത്തിന് വേണ്ടി ഞാൻ വെച്ചതാണ്, ദോഷത്തിന് വേണ്ടി ചെയ്തത്. ദൈവം ഒരിക്കലും ആരെയും ദ്രോഹിക്കാൻ വേണ്ടി ചെയ്തിട്ടില്ല, ചെയ്തിട്ടില്ല. സകല നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന കർത്താവ്. Praise the Lord. We have the promise that His children will not be overtaken by temptation. 1 Corinthians 10:13. God promised that His children will not be overtaken by temptation. Number 4, God's promise, we have the victory over death and evil and devil. Amen. പാതാളമേ നിന്റെ ജയം എവിടെ, മരണമേ നിന്റെ വിഷമുള്ളവരുടെ, പാതാളത്തെ മരണത്തെ ജയിച്ചു പറഞ്ഞു എന്റെ താക്കോൽ നിങ്ങൾക്ക് കയ്യിലുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമുക്ക് ആ ഒരു വാക്തത്വം ഉള്ളത് കൊണ്ട് നമുക്ക് മരണത്തെ ഭയമില്ല, നമുക്ക് ഭീതിയില്ല. മരണം വന്നിട്ട്, ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ, പാതാളമേ നിന്റെ ജയം എവിടെ. നമുക്ക് അതുകൊണ്ട് ഭയമില്ല, കാരണം വാഗ്ദത്തം ചെയ്ത ദൈവമാണ് നമ്മുടെ കൂടെ ഉള്ളത്. പ്രൈസ് ദി ലോർഡ്. വേഗത്തിൽ പറയാം, God promised that all things work together for good for those who love God and serve Him faithfully. Amen. And lastly, I want to close with this word. We have first, say with me, the contentment of God's provision. Say it, repeat after me. First point, the contentment of God's provision, the comfort of God's presence, the confidence of God's promise, and lastly, the courage of God's protection. Yes, God says, I will protect you. ഒന്ന് വായിക്കാൻ വേഗത്തിൽ സങ്കീർത്തനം 91 അധ്യായത്തിന്റെ 9 തൊട്ട് 13 വരെ വാക്യങ്ങൾ നമുക്കറിയാവുന്ന വേദഭാഗങ്ങളാണ്. പല പ്രാവശ്യം നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ, നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉരുവിട്ട വാക്യങ്ങളാണ്. സങ്കീർത്തനം 91 9 മുതൽ 13 വാക്യങ്ങൾ. നീ അത്യുന്നതനെ നിന്റെ വാസ്തവമാക്കിയിരിക്കുന്നു, ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവൻ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. ആമേൻ. ഈ ദൈവത്തെ വിട്ടുള്ളവരുടെ ജീവിതം വേണോ? ഇത്രയൊക്കെ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ഗ്യാരണ്ടി ചെയ്ത ദൈവത്തെ വിട്ട് മറന്ന് ജീവിക്കണോ? ലോകത്തിന് പിന്നാലെ പോകണോ? മറ്റേതെങ്കിലും കാര്യത്തിന് പിന്നാലെ പോകണോ? ഇല്ല. ആമേൻ. ഹാലലുയ. പകൽക്കാലം നമുക്ക് ആമേൻ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത്, അത് നമ്മുടെ പ്രതിയോഗിയ പിശാച് ആരെ വിഴുങ്ങേണ്ടെന്നോ എന്ന് കൂടാടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയും വല്ലനെ തട്ടിക്കളയണം, കുടുംബജീവിതത്തെ തകർത്ത് കളയണം, കുഞ്ഞുങ്ങളുടെ ഭാവിയെ ഇല്ലാതെയാക്കി കളയണം, നിങ്ങളുടെ ആരോഗ്യത്തെ ഇല്ലാതെയാക്കണം. അങ്ങനെ വട്ടം തിരിഞ്ഞ് പിശാച് നടക്കുമ്പോൾ നമ്മുടെ ദൈവം ആ വലയത്തിനുള്ളിൽ കർത്താവിന്റെ രക്ത അടയാളത്തോടുകൂടെ ആ വലയത്തിൽ നിർത്തി നമ്മളെ പൊതിയുന്ന ദൈവത്തിന്റെ കൃപ. ഹല്ലേലൂയ. നാം മുടിഞ്ഞു പോകാതിരിക്കുന്ന യഹോവയുടെ ദയയാകുന്നു. ശത്രുവായും പലവട്ടം ചോദിച്ചു, എങ്ങനെയും നമ്മളെ മുടിച്ചു കളയുവാൻ യേശുവിനോട് അധികാരം ചോദിച്ചു. ഇല്ല, തൊടാൻ പറ്റത്തില്ല. തൊടാം, പക്ഷേ അവൻ നശിപ്പിച്ചു കളയാൻ നിന്നെ അനുവദിക്കത്തില്ല. യോബിനെയാണ് പറയുന്നത്. ഹല്ലേലൂയ. എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നോ, പക്ഷേ അവൻ പ്രാണനത്തോടും സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ. ശരീരത്തോട്ടോ ആമേൻ. നമ്മുടെ പുറമെയുള്ള മനുഷ്യൻ ക്ഷയിച്ചാലും അകത്തെ മനുഷ്യൻ ബലപ്പെട്ടുകൊണ്ടിരിക്കും. എന്തുകൊണ്ടാണ്? നമുക്ക്
നമുക്ക് ഉറപ്പുള്ളത് യേശുവിലാകുന്നു. നമുക്ക് ധൈര്യമുള്ളത് യേശുവിലാകുന്നു. അതുകൊണ്ട് നമ്മൾ ഭ്രമിച്ചു പോകുകയില്ല, കുലുങ്ങിപ്പോകുകയില്ല, പതറിപ്പോകുകയില്ല. പ്രതികൂലങ്ങൾ അനവധി വന്നാലും ഇടറുകയില്ല. കാരണം വാഗ്ദത്തം ചെയ്തത് വിശ്വസ്തൻ, വാക്ക് പറഞ്ഞാൽ മാറാത്തവൻ, ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി കൈവിടുകയില്ല എന്ന് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ കരങ്ങൾ സ്തോത്രം ചെയ്യാമോ? ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് സ്തുതിക്കാൻ പറ്റുന്നില്ലല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്പസമയം നിങ്ങളുടെ കരങ്ങൾ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. Was he preaching in Malayalam or English? It's wonderful. Let's pray that the Lord to lead him to some powerful churches in America, minister both in Malayalam and English. Hallelujah. Amen. Time when he was here and we used to say that to preach in Malayalam, and he was not thinking that that's the Lord's plan. But the Lord led him to that. And the Lord is going to lead again. Why don't you stretch your right hand towards him? Shall we pray together? Father, we are so much thankful for thy servant and the family. The way you have trained them, the way you have blessed them with the ministry, and the way you are leading them. And we firmly believe you have your sovereign plan to accomplish in them and through them, particularly with the Indo-American community here in America. We firmly believe, Master, that you will lead him to the right places in the days to come, so that he will be able to serve in a large way and promoting your kingdom. We bless him and the family for the very purpose in your most precious name. In Jesus' name. Amen.